Hi guys, my name is Prinz. Once again, welcome back to Active Prinz Vlogz. So ഇന്നത്തെ വീഡിയോ ടോപ്പിക് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾ പുതിയ സ്മാർട്ട് ഫോൺ മേടിച്ചിട്ടുണ്ടോ, അതിൽ നിങ്ങൾ നിർബന്ധമായും ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഞാൻ ഈ വീഡിയോയിൽ 10 കാര്യങ്ങളോളം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പുതിയ ഫോൺ മേടിച്ചാൽ ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ 10 കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ബൂട്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നതാണ്. സോ ഞാൻ കുറെ നേരം ആമുഖം പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. സോ നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനുമുമ്പ് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ അടിയിൽ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടിയിൽ ലൈക്ക് ബട്ടൺ നിങ്ങൾക്ക് എന്റെ വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടേ പോവാവൂ. ഒപ്പം തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് കയറി എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോവാം. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ സ്മാർട്ട് ഫോൺ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ സെക്യൂർ ആക്കി വെക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ പാസ്വേഡ് വെച്ചോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് സെൻസർ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ പിൻ വെച്ചിട്ടോ എന്തെങ്കിലും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ലോക്ക് ആക്കി വെക്കുക എന്നാണ്. ഒരു സെക്യൂരിറ്റിയും ഇല്ലാത്ത കുറെ ആൾക്കാർ അവരുടെ സ്മാർട്ട് ഫോൺ കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ സ്മാർട്ട് ഫോൺ പുതിയ സ്മാർട്ട് ഫോൺ മേടിച്ച് ആദ്യമായി ചെയ്യേണ്ട കാര്യം അതിന് സെക്യൂരിറ്റി അല്ലെങ്കിൽ ലോക്ക് വെക്കുക എന്നാണ്. സോ ലോക്ക് ഒക്കെ പറയുമ്പോൾ നല്ല പാസ്വേഡ്, അതായത് ആർക്കും അങ്ങനെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഓർമ്മയിലുള്ളതായിരിക്കും. മറന്നുപോയാൽ പിന്നെ നിങ്ങൾ ഫസ്റ്റ് തൊട്ട് ബൂട്ട് ചെയ്യേണ്ടി വരും. സോ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക, എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കുക. സോ നല്ലൊരു പാസ്വേഡ് വെച്ച് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ലോക്ക് ചെയ്ത് വെക്കുക എന്നാണ് ആദ്യത്തെ ചെയ്യേണ്ട കാര്യം. സോ രണ്ടാമത്തെ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുകളും അല്ലെങ്കിൽ ബാക്കപ്പ് നിങ്ങൾ എന്തൊക്കെ സിങ്ക് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് ആദ്യം നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് ലോഗിൻ ചെയ്യുക. ഗൂഗിൾ അക്കൗണ്ടിലേക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫോണിൽ പഴയ ഫോണിൽ എന്തൊക്കെ നിങ്ങൾ സിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രം, പഴയ ഫോണിൽ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് എന്തൊക്കെ സാധനം സിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ബാക്കപ്പ് ചെയ്തിടുക. നിങ്ങൾ എന്താണ് കോണ്ടാക്ട്സോ ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം സെക്കൻഡ് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പകുതി പണിയോളം കഴിഞ്ഞിരിക്കുകയാണ്. സോ മൂന്നാമത്തെ കാര്യം, ഈ കാര്യം പലരും ചെയ്യാറില്ല. ഇപ്പൊ നമ്മളെ സ്മാർട്ട് ഫോണിൽ ഫസ്റ്റ് ബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ആപ്സ് ഒക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആപ്സ് ഒക്കെ ഉണ്ടാവും, ഗെയിംസ് ഒക്കെ ഉണ്ടാവും, ബബിൾ ഷൂട്ടറോ മറ്റേ സംഭവങ്ങളൊക്കെ വെറുതെ ഉണ്ടാവും. അതേപോലെ തന്നെ കുറെ ബാൻഡായ ആപ്സ് എല്ലാ ഫോണിലും ഉണ്ടാവില്ല, എല്ലാ കമ്പനി ഇറക്കുന്ന ഫോണിലും ഉണ്ടാവില്ല. ചില ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ നോക്കിയാൽ കുറെ ബ്ലോട്ട്വെയർസ് പറയുന്ന കുറെ ആവശ്യമില്ലാത്ത ആപ്സ് പ്രീ ഇൻസ്റ്റാൾ ആയി വരുന്ന ആപ്സിനൊക്കെയാണ് ബ്ലോട്ട്വെയർസ് എന്ന് പറയുക. സോ അങ്ങനെ കുറെ ആപ്സ് ചിലതിൽ കുറവായിരിക്കും, എന്നാലും ആ ആപ്സ് എന്തായാലും ഉണ്ടായിരിക്കും. ആപ്സ് ഒക്കെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഉള്ള ഫോൺ ആണെങ്കിൽ സീനില്ല, അതിൽ അതേ ബ്ലോട്ട്വെയർസ് ഒന്നും കാണൂല. പക്ഷെ നല്ല അവരുടെ MIUI ആണെങ്കിലും OneUI ആണെങ്കിലും അങ്ങനെ റിയൽമി UI അങ്ങനത്തെ കുറെ UIs ഉണ്ട്. സോ ഈ മിഡ് റേഞ്ചിൽ മെയിൻ ആയിട്ട് കാണാൻ സാധിക്കാം. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ആപ്സ് ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഇതേപോലെ തന്നെയാണ് ആഡ്സിന്റെ കാര്യം. സോ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഇപ്പൊ Xiaomi MIUI ആണെങ്കിലും റിയൽമി UI കുറവാണ്, എന്നാലും അതിൽ ചിലത്തൊക്കെ ആഡ്സ് ഒക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ ഈ ആഡ്സ് ഒക്കെ ഓഫ് ചെയ്തെടുക്കുക. സോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ ഡെഡിക്കേറ്റഡ് വീഡിയോ അതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, ആഡ്സും ബ്ലോട്ട്വെയർസും ഒക്കെ എങ്ങനെ ഒഴിവാക്കാന്നുള്ളത്. അത് ഞാൻ ഐ ബട്ടണിൽ ഇട്ടാണ് കാണാത്തവർ. സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ആ വീഡിയോ കൂടെ പോയി കണ്ടു നോക്കുക. സോ എന്റെ അടുത്തുള്ള MIUI റെഡ്മി ഫോണാണ്, അതുകൊണ്ട് MIUI ആണ് അതിലുണ്ടായിരിക്കുക. സോ മിക്ക എല്ലാ സ്മാർട്ട് ഫോണിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ, എന്നാലും നിങ്ങൾ അതിൽ കൂടെ ഒന്ന് പോയി നോക്കുക. അല്ലെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ടാവും. സോ MIUI യൂസർ ആണെങ്കിൽ ഞാൻ വീഡിയോ വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടാൽ മതി. റിയൽമി UI ആണെങ്കിൽ മറ്റ് UIകളാണെങ്കിൽ റിയൽമി UI അങ്ങനെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട് ഇങ്ങനെയൊക്കെയാണ്. സോ അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ നോക്കിയാൽ കിട്ടുന്നതാണ്. സോ അതാണ് മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ സ്മാർട്ട് ഫോണിലുള്ള ബ്ലോട്ട്വെയർസും ആഡ്സും ഒക്കെ ഒഴിവാക്കുക. അടുത്ത നിങ്ങൾ സ്മാർട്ട് ഫോണിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഏതെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്തോടുക. ചിലവർ ഈ അപ്ഡേറ്റ് ഒന്ന് വന്നാലും കണ്ടാലും ഒന്നും ചെയ്യാത്ത കുറെ നാളുകളായിട്ട് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. സോ പുതിയ ഫോൺ മേടിച്ചവരല്ല പറയുന്നത്, ചിലവർ കുറെ നാൾ ഉപയോഗിക്കുന്ന ഫോണാണെങ്കിൽ അവർ അപ്ഡേറ്റ് ഒന്ന് കണ്ടാലും ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. സോ അത് വളരെ ഡേഞ്ചറസ് ആണ്, നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാൻ കൂടുതൽ ചാൻസസ് കൂടുകയാണ്. സോ ഈ അപ്ഡേറ്റിലൂടെയൊക്കെയാണ് ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവരിക. സോ അത് നിങ്ങൾ ചെയ്താൽ അവിടെ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ സെക്യൂർ ആയിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ വന്ന ഹാക്കേഴ്സ് ഒക്കെ നിങ്ങളുടെ ഫോൺ കൊണ്ടുപോകും. സോ നമ്മളതായിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുത്തു വെക്കുക. അതിനാണ് എല്ലാ ബ്രാൻഡ്സും നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിലേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ നൽകുന്നത്. സോ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് തീർച്ചയാണ്. ഇപ്പോൾ നിങ്ങൾ പുതിയ സ്മാർട്ട് ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ഉണ്ടോ നോക്കുക. ആ ഒരു അപ്ഡേറ്റ് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫോൺ. സോ അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ
ഈ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ആവശ്യമുള്ള മാത്രം ആപ്സുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. അല്ല വലിച്ചു വാരി ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത സ്മാർട്ട് ഫോണിൽ കുത്തി നിറയ്ക്കരുത്. ഇപ്പൊ കുറഞ്ഞ റാമും സ്റ്റോറേജും ഉള്ള ഫോണാണെങ്കിൽ ഹാങ് ആവാൻ തുടങ്ങും. മറ്റേതാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കുറെ ആപ്സ് കുത്തി നിറച്ചാൽ ഫോൺ കുറച്ച് സ്ട്രെസ്ഡ് ആവും. സോ നിങ്ങൾ ആവശ്യമുള്ള ആപ്സ് മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക നിങ്ങളുടെ സ്മാർട്ട് ഫോൺ. സോ അടുത്തത് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ ആപ്സിന്റെയും നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കി ഇടുക. സോ നിങ്ങൾ തേർഡ് പാർട്ടി ആപ്സ് ഗൂഗിളിൽ നിന്നൊക്കെ തേർഡ് പാർട്ടി ആപ്സ് അലർച്ചുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറെ ആഡ്സ് ആയിട്ട് ആപ്പ് തുറക്കുമ്പോഴും ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ വരും. ചിലതൊക്കെ ഭയങ്കര വൃത്തികെട്ട നോട്ടിഫിക്കേഷനിലൊക്കെയാണ് വരുന്നത്. സോ അതൊക്കെ നിങ്ങൾ ഓഫ് ചെയ്തിടുക. സോ നിങ്ങൾ ആവശ്യമില്ലാത്ത എല്ലാ ആപ്സിന്റെയും സെറ്റിംഗ്സിൽ പോയിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഡിസേബിൾ ചെയ്തിടുക. അടുത്ത കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം ഈ കാര്യം. അതാണ് പ്ലേ പ്രൊട്ടക്ട്. സോ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ കാണിച്ചു തരുന്ന സ്ക്രീൻ റെക്കോർഡർ കാണിച്ചു തരുന്ന പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ പ്ലേ പ്രൊട്ടക്ട് എന്ന സംഭവം ഉണ്ട്, അത് എപ്പോഴും ഓൺ ആക്കി ഇടുക. സോ നിങ്ങൾക്ക് വൈറസോ അല്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാൾവെയർ ഒക്കെ ആണെങ്കിൽ അത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ അറിയിക്കുന്നതാണ്. സോ അത് എപ്പോഴും ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ കുറച്ചുകൂടി സെക്യൂർ ആയിട്ട് നിൽക്കുന്നതാണ്. സോ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ചിലരൊക്കെ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഉള്ള ഫോണുകളാണെങ്കിൽ മിക്കവരും അതിൽ മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ SD കാർഡ് ഇട്ടിട്ടുണ്ടാവും. പലരും ഈ സ്പീഡ് കുറഞ്ഞ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ SD കാർഡൊക്കെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കുറച്ച് സ്ലോ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എത്ര എല്ലാ പ്രോസസ്സർ ഉണ്ടായിട്ട് എത്ര ഫാസ്റ്റ് ആയ പ്രോസസ്സർ ഉണ്ടായിട്ടും കാര്യമില്ല. നിങ്ങളുടെ മെമ്മറി കാർഡ് സ്ലോ ആണെങ്കിൽ അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നെങ്കിൽ എത്ര നല്ല പ്രോസസ്സർ ഉണ്ടായിട്ടും കാര്യമില്ല. സോ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഹൈ സ്പീഡ് ആയിട്ടുള്ള മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ അടുത്തത് അവസാനത്തെ കാര്യം, നിങ്ങൾ സ്മാർട്ട് ഫോണിൽ ചെയ്യേണ്ടതല്ല, എന്നാലും ഞാൻ പറയുന്ന കൂട്ടത്തിൽ പറയുന്നുള്ളൂ. ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്റെ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗോറില്ല ഗ്ലാസ് 5ഉം ഗോറില്ല ഗ്ലാസ് 6 കൊണ്ടൊക്കെയാണ്, ഫ്രണ്ട് ബാക്കിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്റെ ഫോണിലൊക്കെ ടെമ്പേർഡ് ഗ്ലാസ് ഇടണോ അല്ലെങ്കിൽ കേസ് ഇടണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. സോ അത് അവരുടെ ഇഷ്ടമാണ്. എന്നോടൊരു സജഷൻ ചോദിച്ചാല് ഞാൻ അത് ഉപയോഗിക്കണം എന്ന് തന്നെ പറയുള്ളൂ. ടെമ്പേർഡ് ഗ്ലാസും ബാക്ക് കവറൊക്കെ ഇടണം തന്നെ ഞാൻ പറയുകയുള്ളൂ. ഇപ്പൊ ചില റിയൽമി ഫോൺസിലൊക്കെ കണ്ടിട്ടുണ്ട് മുമ്പിലൊക്കെ സ്ക്രീൻ ഗാർഡ് അപ്ലൈഡ് ആയിട്ടൊക്കെയാണ് വരുന്നത്. അത് റിയൽ ആയിട്ടുള്ള ടെമ്പേർഡ് ഗ്ലാസ് അങ്ങനെ സംഭവമൊന്നുമല്ല. അത് വേറെ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് മാത്രമാണ്. ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിലാവാതിരിക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. അതൊക്കെ നല്ല നിലത്ത് വീണാലൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള ഗ്ലാസിനെ അത് ബാധിക്കുന്നതാണ്. സോ നിങ്ങൾ ടെമ്പേർഡ് ഗ്ലാസ് ഉപയോഗിച്ചാൽ അഥവാ ഫോൺ നിലത്ത് വീണാലും ടെമ്പേർഡ് ഗ്ലാസ് മാത്രമേ പൊട്ടുകയുള്ളൂ. ഉള്ളിലെ ഗ്ലാസ് ഒന്നും കാര്യമായിട്ടുള്ള ഒന്നും പറ്റുകയില്ല. അതേപോലെ തന്നെ ഒരു കേസ് ഇട്ടാലും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ സുരക്ഷിതമാണ്. അതായത് കയ്യിനകത്ത് വിട്ടുപോയാലും ഇപ്പൊ ഭയങ്കര മിനിസായിട്ടുള്ള സ്മാർട്ട് ഫോൺസ് ആണ് ഇറങ്ങുന്നത്. സോ നമ്മൾ കയ്യിൽ നിന്ന് എപ്പോ വേണമെങ്കിലും വഴുതി പോകാനുള്ള ചാൻസ് ഏറെയാണ്. സോ ബാക്കിൽ ഒരു കവർ നല്ല ഗ്രിപ്പുള്ള ഒരു കവറൊക്കെ ഇടുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. സോ ഗൈസ്, ഇത്രയുമാണ് നിങ്ങൾ സ്മാർട്ട് ഫോൺ പുതിയൊരു സ്മാർട്ട് ഫോൺ മേടിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. സോ ചിലതൊക്കെ നിങ്ങൾ ചെയ്യലുണ്ടായിരിക്കും, പക്ഷെ മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കുറെ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പലരും ചെയ്യാത്തതാണ്. സോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നതാണ്. സോ നിങ്ങൾ പുതിയ സ്മാർട്ട് ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. മേടിച്ചവരാണെങ്കിൽ ഈ വീഡിയോ കണ്ട ശേഷം അപ്പോൾ തന്നെ ഒന്ന് ചെയ്യുക. സോ ഗൈസ്, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പുതിയ നോളേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് തീർച്ചയായും ലൈക്ക് അടിക്കുക. ഒപ്പം തന്നെ എന്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ ഈ ചാനൽ അടിയിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണും എനേബിൾ ചെയ്ത് വെക്കുക. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ കയറി എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. സോ ഇതുപോലുള്ള യൂസ്ഫുൾ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി നമുക്ക് വരും ദിവസങ്ങൾ കാണുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ് ആൻഡ് ഓൾവേസ് ബി ആക്റ്റീവ്.